എങ്ങനെയുണ്ട് അമ്മയുടെ പുതിയ ലുക്ക്? ഇതൊന്നും ഇവിടെ നടക്കല്ല കേട്ടാ. എന്താണ് നിന്റെ ഉദ്ദേശം? ഞാൻ ഡാൻസ് കളിക്കാൻ വൈറ്റ് ഡാൻസ് കളിക്കാൻ പോവാട്ടാ. അത് തന്നെ മൈ ഐറ്റം ഗേൾ. ഇത്ര വളർത്തി വലുതാക്കിയല്ലേ, ഇല്ലെങ്കിൽ തന്തയിലെ കാണിക്കണവരായിരുന്നു അല്ലേ? ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ അഡിദാ സർപ്രൈസ് എന്ന് പറഞ്ഞ ഒരു പാട്ട് കേട്ടോ വൈറലായിട്ടുള്ള. അപ്പൊ സർപ്രൈസ് ആയിട്ട് സ്വത്തിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ പാട്ടാണ് ഇന്ന് റീലിന് വേണ്ടിട്ട് അവള് ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടാ. അപ്പൊ സ്വത്തും സ്വത്തിന്റെ മമ്മിക്കുള്ളും കൂടെ സ്വത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റെപ്പ് ഇട്ടെ സപ്പോർട്ടിങ് മമ്മി ഇതേ ഇലാസ്റ്റിക് പോലത്തെ പാവാട ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അത് തന്നെ മുല്ലപ്പൂ ഒക്കെ ഫുൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. താഴത്ത് സ്മോക്കും കാര്യങ്ങളൊക്കെ ഞാൻ നേരെ എന്റെ ഒരു കൂട്ടുകാരുണ്ട് ഫവാസ് എന്ന് പറഞ്ഞാൽ അവന് ഇവന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നേരെ അവന്റെ ഇന്ന് നേരെ വാങ്ങിയിട്ട് ഇപ്പൊ വന്നേ ഉള്ളു. അപ്പൊ ഇന്ന് പുകയൊക്കെ വെച്ച് കത്തിച്ച് തകർക്കണം. ഇത് എനിക്ക് ബ്ലിങ് അടിക്കുന്നുണ്ടാ? ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് താഴത്തോട്ട് വരുമ്പോ എല്ലാത്തിനും പറത്തിയേക്കണം കേട്ടോ. ആരും താഴത്തെ എല്ലാത്തിനും ഓടിച്ചു വിട്ടേക്കണം എന്നൊക്കെ. ഇത് കണ്ടിട്ട് നിന്നെ തെലുങ്ക് പടത്തിൽ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, അതെ ഞാനും വെയിറ്റിംഗ് ആണ് തെലുങ്ക് പടത്തിൽ അഭിനയിക്കണം. അപ്പൊ അതിന് മുമ്പ് റിഹേഴ്സൽ ആയിട്ട് അല്ലു അർജുനന്റെ കൂടെ അഭിനയിക്കണം. എന്റെ അള്ളിയാ സെറ്റ്. എന്നിട്ട് ലക്കി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ലക്കി ബോയ് ലക്കി ബോയുടെ തലയിലൊക്കെ വെച്ചിരിക്കുന്ന കണ്ട ഗൈസ്. ലക്കി 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 എന്റെ പാർസലും കണ്ട എന്ത് ഇത് മറ്റേ ഗംഗയുടെ അല്ലേ, നാഗവല്ലിയുടെ അല്ലേ? അപ്പൊ ഇതേപോലെ മമ്മിക്കുള്ള പണ്ടോട്ട് നിന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അടിയുള്ള ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ ഇതൊക്കെ ഒരുക്കാനും ഇതിനൊക്കെ ആണ്. അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ച് കലോത്സവത്തിനൊക്കെ പോകുമ്പോ അമ്മയാണ് എനിക്ക് ഇതുപോലെ സ്കേർട്ടിന് സ്റ്റിച്ച് ചെയ്ത് തരുന്നു, ബ്ലൗസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു, പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതൊക്കെ അയക്കാൻ എന്നെ പാടാന്നറിയോ. മമ്മി സത്യം പറ, മമ്മിക്ക് ഒരു ഡ്രീം ഉണ്ടായിരുന്ന ഇതേപോലെ എന്തെങ്കിലും ഡാൻസ് കളിക്കണമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകണമെന്ന്. അത് ഇവളിലൂടെ എന്ത് ഡാൻസ് ആയിരുന്നു? എല്ലാ ടൈപ്പും ഡാൻസ് കളിക്കുമായിരുന്നു. മോഹിനിയാട്ടം, അതേപോലെ പിന്നെ എന്തായിരുന്നു പണ്ടത്തെ ഭരതനാട്യം. അതെ അതെ, അതൊക്കെ അമ്മയ്ക്ക് അടിപൊളിയായിട്ട് അറിയാം. ഞാൻ സത്യം പറഞ്ഞാലും ടെൻഷനില്ലാട്ടോ. അതുകൊണ്ട് എനിക്കിത് കളിച്ചത് തീർത്താ മതി. താഴെ ക്യാമറമാനൊക്കെ സെറ്റാണ് സെറ്റ് മാരക ചൂടുകൾ കാഴ്ച അത്രേ ഉള്ളൂ. ഓക്കെ, സർപ്രൈസ്. അമ്മ എങ്ങനെയുണ്ട് അമ്മയുടെ പുതിയ ലുക്ക്? കൊള്ളാം, സൂപ്പർ. ആ പാട്ടിനകത്തുള്ള ആ പെണ്ണെ പോലെ സെയിം, അതിലും കൊള്ളാൻ തോന്നുന്നു. നമ്മുടെ സ്വത്തിന് വേണ്ടിട്ട് വൺ സെറ്റ് ഒക്കെ എന്റെ വീണ്ടും ആദ്യം ഇട്ടിരിക്കണത്. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇട്ട് കാണിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിലെ അണിയറ പ്രവർത്തകർ ആണ് ബ്രോ. രണ്ടുപേരുണ്ട് കേട്ടാ. എന്റെ പേര് അബി ഫൈൻ ഷൂട്ടേഴ്സ്. ഞാനും ഈയിടെയായിട്ട് കുറച്ച് വീഡിയോസ് കൂടുതൽ എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് സെറ്റ് ഇട്ട് എടുക്കുകയാണ് ഗൈസ്. അതുപോലെ തന്നെ പുള്ളിക്കാരനെന്ന് പറഞ്ഞാൽ വേറെ ലെവല് ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ പുള്ളിയുടെ അണ്ടറിലാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പുള്ളിയുടെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ചുമ്മാ കയറി നോക്കിക്കോ, അടിപൊളിയാ. അതുകൊണ്ടാണ് പറയണ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീണ്ടും ആൾക്ക് ഇപ്പുറം സൈഡിൽ ഫുള്ള് സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ്. ബ്രോ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഇടുക ബ്രോ. മോനെ വിഷയം കേട്ടാ. ഇവിടെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്റെ മമ്മിക്കുളൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല കേട്ടാ, ഇപ്പൊ മഴ പെയ്യാനും ചാൻസസ് ഉണ്ട്, കാറ്റൊക്കെ വന്നിട്ടിരിക്കുക. അവളാണെങ്കിൽ പൊക്കത്ത് റെഡി ആയിക്കൊണ്ടിരിക്കണല്ലോ. ഇവിടെ മൊത്തം പൂ വെക്കണമല്ലോ ഗൈസ്. അപ്പൊ പൂ വെക്കാൻ കുറച്ച് ടൈം ആയിട്ട് ഇത്തിരി പാടാണ് കേട്ടാ. ഇവിടെ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് പിന്നെ സ്മോക്ക് ഉണ്ട്. അപ്പൊ ഇനി അവള് വന്നാൽ മാത്രം മതി, മഴ ഒന്നും പെയ്യാണ്ടിരുന്നാ മതിയായിരുന്നു. അത് അടിപൊളിയായിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ലൈറ്റ് ഒക്കെ കണ്ടാ അടിച്ചു പോയി ഗൈസ്. ഇല്ല കണ്ടാ, ഓ പൊളിയേ. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് ലൈറ്റ് വെക്കുന്നു, രണ്ടൊന്ന് കർട്ടനൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോളൂ. ഞാൻ പുള്ളിക്കാരൻ്റെ ഷൂട്ട് ചെയ്യാൻ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ ഔട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടു വിഷയം എന്ന് പറഞ്ഞ മാരക സാധനമായിരിക്കും. അപ്പൊ എന്തായാലും സ്വത്ത് ഇറങ്ങുവാ, മഴ പെയ്യും ഗൈസ്. സ്വത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓ എന്താണ് ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുന്നു നീ? ഈ കാറ്റും മഴയൊക്കെ ഇപ്പൊ വരും എല്ലാരും പറഞ്ഞു. വേറെ ഇത് ഇത്രയോ ഒരിക്കൽ സെറ്റപ്പ് ആക്കിയിട്ട് ഇനി കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആ പാട്ടിനകത്ത് കാണുന്ന പെണ്ണിനേക്കാളും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ നീ ഇപ്പൊ. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ ബ്രോ. സൂപ്പറായിട്ട് വീഡിയോ എടുക്കണം നമുക്ക്. ഔട്ട് കാണാൻ ഞെട്ട ആൾക്കാര്. മഴ ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോ മഴയൊക്കെ
പറയാൻ പോണത് കാറ്റൊക്കെ. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ലുക്ക്. ഇതൊക്കെ ടെൻഷനാണ്, കാരണം മഴയൊക്കെ പെയ്യുമെന്നൊക്കെ പറയണം. അപ്പൊ ഫുൾ സെറ്റ് ഒക്കെ ഇട്ട് വന്നിട്ട് ഞാൻ റെഡി ആയിട്ട് ഇത് തുന്നി എല്ലായിടത്തും കെട്ടി വന്നപ്പോഴേക്ക് ലേറ്റ് ആയിരുന്നേ. ഞങ്ങൾ വിചാരിച്ച ടൈം പോലെ അല്ല ഇത്. അമ്മ ഇരുന്ന് ഓരോന്നും കുത്തി കാരണം അഴിഞ്ഞു പോകലല്ലോ ഡാൻസ് കളിക്കുമ്പോൾ. അപ്പൊ ബ്ലൗസിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചേക്കായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ. എണ്ണയല്ല, ഹൈലൈറ്റർ ഇട്ടിട്ടൊക്കെ വന്നേക്കാണ്. പിന്നെ ഡാൻസ് കളിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്ന എനിക്കറിയില്ല. ഗൈസ് ഇവിടെ എല്ലാരും കൂടി നിൽക്കുവാണ് കേട്ടോ ഡാൻസ് കാണാൻ വേണ്ടി. ഗൈസ് അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ നിൽക്കുവാണ്. ഞാൻ ഡാൻസ് കളിക്കാൻ പോവാട്ടോ. അത് തന്നെ മൈ ഐറ്റം ഗേൾ വിത്ത് ഓൾ ഫാമിലി സപ്പോർട്ട് ഒന്ന്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്, ഉച്ചിക്കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറി പൂത്താലും താമര കണക്ക്, ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. 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 എടാ ഇതൊന്നും ഇവിടെ നടക്കല കേട്ടാ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ സീൻ എന്താ? അത് നീ വീഡിയോ ഇപ്പൊ എത്ര ദിവസം എടുത്തിട്ട്? അത് ഞാൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തിരിക്കുവാണമ്മ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി ട്രെയിനിങ് പഠിച്ചിട്ടിരിക്കുക. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒന്നര ആഴ്ചയായിട്ട് ട്രേഡിംഗ് എന്നുള്ള സംഭവം എനിക്ക് ഇൻട്രസ്റ്റ് കയറി അതിലോട്ട്. യൂട്യൂബ് എന്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്കൊരു സാധനം മൈൻഡ് വന്നായിരുന്നു. ഓക്കെ, ഇത് എനിക്ക് പറ്റിയൊരു സാധനമാണ്, ഇത് എന്നെ കൊണ്ട് പറ്റും. അതേ ഒരു വിഷൻ ആൻഡ് ഒരു ഫീലാണ് എനിക്ക് ട്രേഡിങ്ങിലോട്ട് ഇപ്പൊ കുറച്ച് ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഞാൻ രാവിലെ 9 മണിക്ക് എണീക്കും. നേരത്തെ എന്താ പറയാ അറിയാലോ, 12-1 മണിക്കാണ് എണീറ്റോണ്ടിരുന്നത്. പക്ഷെ ഇതെന്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്, കാരണം മാർക്കറ്റ് ഓപ്പൺ ആണ് 9:15. അപ്പൊ ഞാൻ 9 മണിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം 2000 രൂപ കിട്ടി, പിന്നെ 5000 രൂപ കിട്ടി, പിന്നെ 7000 രൂപ കിട്ടി. ഇതിന്റെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇത്തിരി കോൺഫിഡൻസ് ബിൽഡ് ചെയ്തപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാ ഇതിന്റെ എനിക്കൊരു ടൂളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് എനിക്ക് വലിയ ഇതിന്റെ ABC അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പൈസ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതെങ്ങനെയാ പൈസ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ട്രേഡിങ് ഇത്ര പെട്ടെന്ന് പഠിച്ചു വരുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ പുതിയൊരു ട്രേഡിംഗ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുക. പക്ഷെ പേടിക്കണ്ട, നിങ്ങൾ ആരും അതിനകത്ത് ഞാൻ ട്രേഡിങ് പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം എന്റെ ദിവസത്തെ ട്രേഡും അതുപോലെ തന്നെ എന്റെ അന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം, ലൈക്ക് എന്റെ ഈ ചാനലിനകത്ത് എന്റെ ലൈഫ് എന്തൊക്കെ നടക്കുന്നതെന്ന് കാണിക്കണ്ട. അതേപോലെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ചാനൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒരു ചാനൽ തുടങ്ങാൻ തരുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ക്ലാസ്സോ കാര്യങ്ങളൊന്നും ഞാൻ തരത്തില്ല. അപ്പൊ അതിന്റെ പുറകെ നടക്കുമായിരുന്നു കേസ് ഒരാഴ്ചയായിട്ട്. അപ്പൊ എന്തായാലും ഇല്ലപ്പോ നാളെ വീഡിയോ ഇടും. ഈ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ ഇട്ടാ കൊള്ളാം. അതേന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇരിക്കണമായിരുന്നത്. അപ്പൊ ഫോക്കസ് മൊത്തം ഒരു സ്ഥലത്തോട്ട് കൊടുക്കുമ്പോഴേ മൾട്ടി ടാസ്ക് ചെയ്യാൻ ഇത്തിരി പാടാ സത്യം പറഞ്ഞത്. ഇപ്പൊ എന്തായാലും യൂട്യൂബ് പോലെ തന്നെ വേറൊരു എന്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ട്രേഡ് എന്ന് എനിക്കുള്ളിൽ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവർക്കാർക്കും തോന്നൽ തോന്നിയിട്ടില്ല. അമ്മയ്ക്ക് ഇപ്പോഴും കാശ് കൊണ്ട് കളയും, ഇത് മറ്റേ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആണെന്ന് ചൂതാട്ടമാണെന്ന് അമ്മ പറഞ്ഞു. അമ്മ അങ്ങനത്തെ അല്ല, ട്രേഡിംഗ് എന്നത് അങ്ങനെയല്ല. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇത്ര ദിവസം ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ. ഇനി അങ്ങോട്ട് എന്തായാലും ഇടാൻ കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ എല്ലാരും ചോദിക്കണ്ടായിരുന്നു നമ്മുടെ ഡാഡി കൂൾ എന്ത്, ഡാഡി കൂളിന്റെ ഇപ്പൊ എന്താണ് ഹാലത്ത് സിറ്റുവേഷൻ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ ഡാഡി കൂൾ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. ഇൻസുലിൻ എടുക്കാൻ പോവാണ് കേട്ടോ തന്നെ. ഓ എന്റെ അളിയ എന്റെ അച്ഛ വേറെ എടുക്കുന്നില്ലേ. ഓ സത്യം പറഞ്ഞ ഇപ്പൊ അച്ഛൻ എല്ലാം കംപ്ലീറ്റ്ലി നോർമലായി. എല്ലാവരുടെയും പ്രേയേഴ്സിന് വേണ്ടിയിട്ട് വലിയൊരു താങ്ക്സ് കേട്ടോ. താങ്ക് യു ഗൈസ്. അപ്പൊ എന്തായാലും അച്ഛൻ്റെ ഇപ്പൊ മുറിവുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എവിടം വരെ ആണെന്ന് അച്ഛൻ കയ്യിൽ നിന്ന് കാട്ടി കൊടുത്ത് നമ്മുടെ പിള്ളേരെ അങ്ങോട്ട് 400 സംതിങ് ഷുഗർ കിടന്ന് ഉള്ളിയായിരുന്നു. ഇപ്പൊ നേരെ താന്ന്
100 സംതിങ്ങിലോട്ടൊക്കെ ആയി. അത് എല്ലാ ദിവസവും ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇൻസുലിനൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ സംഭവമുണ്ട്. പക്ഷെ മുറിവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇപ്പൊ പുറത്ത് വരുന്നുണ്ട്. ഇവിടുന്ന് കണ്ട ഫുള്ള് വലിഞ്ഞ് ചെറുതായി വരുമായിരുന്നു. ഇവിടുത്തെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ പുറത്ത്. അപ്പൊ ഡോക്ടറും പറഞ്ഞുകൊണ്ട് ഫുള്ളൊക്കെ ഇപ്പൊ കയ്യിലൊക്കെ ഇങ്ങനെ അനക്കയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ കട്ടിയായിട്ട് വേദന പോകുന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എവിടെ പോണു? ഇതെന്ത് അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞോണ്ടിരിക്കും. അച്ഛനോട് എന്നെ വിട്ടിട്ട് അങ്ങോട്ട് പോകും. വാ വാ. അപ്പൊ അച്ഛൻ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ പിള്ളേരായിട്ട്? അടിപൊളിയാണ്. ഇപ്പം എല്ലാം മാറി, വേദനയൊന്നും ഇല്ല, എല്ലാം കറക്റ്റായി. മരുന്ന് അതുപോലെ ഡോക്ടർ നല്ല സൂപ്പറായിട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അരുൺ ഡോക്ടറാണ്. അച്ഛൻ പേടിച്ചു പോയായിരുന്നു. പരുവം കഴിയുമ്പോഴേ പേടിച്ചാൽ എന്തിനാ പേടിച്ചത്? പേടിച്ച് ഷുഗർ കൺട്രോൾ ആകുന്നില്ല. ഷുഗർ കൺട്രോൾ ആയില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നമാവും. പിന്നെ കൈയൊക്കെ പഴുത്ത് ആ കുഴപ്പമാവും. കൈ ഇങ്ങനെ കട്ട് ചെയ്തുള്ള പേടിയാണ്. അങ്ങനെയൊന്നുമില്ല, അതാ തട്ടിപ്പോന്നുള്ള പേടിയാണ്. തട്ടിപ്പോന്നുള്ള പേടിയുന്നുണ്ട്. ഏതായാലും ഒരു പ്രാവശ്യം ചാവും. അതിന് നേരത്തെ ആണെങ്കിൽ പിന്നെ ആരും ബുദ്ധിമുട്ടിക്കാതായിരിക്കും നല്ലത്. കിടന്നു പോയാൽ പെണ്ണുപിള്ളവരെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കില്ല നമ്മളെ. മരണമായിട്ടില്ലേ? ഞാൻ ചട്ടി എടുത്തോണ്ട് 2 അടിയോട്. അതിപ്പോ എന്റെ കാര്യമല്ലേ എല്ലാവരും വന്നിരുന്നു. പണ്ടത്തെ ആ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ ഞാൻ 2 ഒരാഴ്ചയൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരും തെറ്റുന്നതിന് കാര്യമില്ല. കിടപ്പായാൽ അങ്ങനെയാണ് എല്ലാ കാര്യവും. പിന്നെ ചിലരൊരു 5% ഒക്കെ കാണുമായിരിക്കും. 100%, 5% ആൾക്കാരുണ്ടാവും. ഞാൻ പറയണ കേട്ടാന്ന് വീട്ടിൽ ഇടിയുമ്പോഴാണെന്ന് വിചാരിക്കേണ്ട ആൾക്കാർ എന്നല്ലേ പറഞ്ഞത്. ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോൾ എത്രയോ ആൾക്കാർ എന്നാണ് ഞാൻ ജീവിക്കാതെ കേട്ടാ. എന്തുവാ 35 ലക്ഷം രൂപ മറ്റേ മകളോട് മേടിച്ചിട്ട് പൈസ ചോദിച്ചപ്പോൾ അമ്മേനെ അച്ഛനെ വെളിയിലിറക്കി ഗേറ്റ് അടച്ചത്. എത്ര ലക്ഷം രൂപ വേണം? അത് തമാശ അതല്ല. അത് കളക്ടർ ഇടപെട്ട് ആ കാശ് തിരിച്ചു കൊടുക്കണമെന്ന് പിന്നെ അവരെ വീണ്ടും താമസിപ്പിക്കാനൊരു ഓർഡറൊക്കെ വന്നു. പ്രായമായി കഴിഞ്ഞാൽ കാശ് നമ്മുടെ വീട്ടുകാർ നമ്മൾ നോക്കണം. ഇത്ര വളർത്തി വലുതാക്കിയല്ലേ, ഇല്ലെങ്കിൽ തന്തയിലേ കാണിക്കണവരായി പോകും. അല്ലേ പറഞ്ഞോണ്ട് എന്നെ വിശ്വാസില്ല. അച്ഛൻ ഈ ഡബിൾ ടോക്ക് ആണല്ലോ നടത്തുന്നത്. ലവ് യു ഡാഡി, ലവ് യു. അങ്ങനെയല്ല, നമ്മള് ഓരോ കാര്യം കണ്ടിരിക്കണല്ലേ ജീവിക്കാത്തവരും. അത് ടിവിയില്, ഇത് വന്ന റിയൽ ലൈഫ്. ശരി, ഓക്കെ. അപ്പൊ ഗൈസ് കംപ്ലീറ്റ് അച്ഛൻ ഇപ്പൊ ഓക്കെയാണ്, ഹാപ്പിയാണ്. എല്ലാവരുടെയും വലിയൊരു കൺസേൺ, അതുപോലെ തന്നെ പ്രേയേഴ്സിന് വലിയൊരു താങ്ക് യു വേണ്ട. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. കുറെ ആൾക്കാരൊക്കെ പറയാനായിട്ട് പള്ളിയിൽ പോയി മെഴുകി ഇത് നേർച്ച എന്നൊക്കെ പറയുന്നു. നന്ദി പറയട്ടെ, 100% എല്ലാവർക്കും നന്ദി. പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. ഇപ്പൊ ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഇപ്പൊ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. കാരണം അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ട് തിരിച്ച്. പണ്ടത്തെ പോലെ വൈബൊക്കെ അച്ഛൻ ഒളിത്തരമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇപ്പൊ പോകണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് പറഞ്ഞ് നിർത്തിയൊക്കെ വേണ്ട. സോ ഗൈസ് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തും പറയണ പോലെ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ബെല്ലൈക്കൺ എന്തിനാ അടിച്ചു പൊട്ടിച്ചേക്കണം. എന്നാ നെക്സ്റ്റ് നമ്മൾ വീടുമ്പോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കിട്ടത്തുള്ളു. അമ്മ അമ്മ ഓടിയോ വാ, ഔട്ടോടിയോ ഓടിയോ, കമോൺ. അമ്മ ചിക്കനോട്ട് മൽപ്പിടുത്തത്തില്ല. വാ വാ, എനിക്ക് വേണ്ടി ചിക്കൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. വാ, ഇവിടെ നിൽക്കി. അപ്പൊ ബേബി അറിയാമ്പോ. ഓക്കെ, സോ ഗൈസ് കീപ് സപ്പോർട്ടിങ് ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ. ഗൈസ് ഇവിടെ ഒരു പ്രേതബാധ കൂടി വീണ് കളത്തിയിരിക്കുകയാണ് കേട്ടാ. ഒഴിഞ്ഞു പോ.